ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ അമ്മായിയമ്മ മരുമകൾ. കുറേ കോൺട്രവേഴ്സി നടക്കുന്നുണ്ട്. സമൂഹത്തിൽ ഒരുപാട് പേർക്ക് തെറ്റിദ്ധാരണയുണ്ട്. ഇതിൻ്റെ സംഭവങ്ങൾ എന്താണ്, കല്യാണം കഴിയാത്തവർക്ക് കൂടുതലുണ്ടാവും. ഇതൊക്കെ നടക്കുന്നതാണോ? പത്രത്തിലെ വാർത്തകൾ, അതുപോലെ ന്യൂസ് ചാനലിൽ വരുന്ന കുറേ വാർത്തകൾ, ഇപ്പോൾ നടന്ന വിസ്മയ കേസ്, അങ്ങനെ പല പല കേസുകളും കേൾക്കുമ്പോൾ അങ്ങനെയൊക്കെ നടക്കുന്നുണ്ടോ, ഇങ്ങനെയൊക്കെയാണോ അങ്ങനെയൊക്കെയാണോ എന്നൊക്കെ ഉള്ള തെറ്റിദ്ധാരണയും ഉണ്ട്. കുറേയൊക്കെ പേടിയുണ്ട്. അതുകൊണ്ട് കുറേ കുട്ടികളൊക്കെ കല്യാണം കഴിക്കാൻ എപ്പോഴും ഒരു മടി, അല്ലെങ്കിൽ അമ്മായിയമ്മ ഇല്ലാത്ത വീട്ടിലോട്ട് കല്യാണം കഴിച്ച് കൊണ്ടുവരണം എന്നൊക്കെ ആരിലൂടെ ചോദിക്കുമ്പോൾ പറയും, അയ്യോ എനിക്ക് അമ്മായിയമ്മ പേടിയാണ്, എനിക്ക് അങ്ങനെ പേടിയാണ്, ഇങ്ങനെ പേടിയാണ്, അങ്ങനെ പറയുന്ന ഒരുപാട് കൂട്ടുകാരികൾ തന്നെ എനിക്കുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ സത്യാവസ്ഥ എന്താണ്? അമ്മായിയമ്മ എന്ന് പറയുന്നത് പേടിപ്പിക്കേണ്ട ഒരു കാര്യമാണ്, പേടിക്കേണ്ട ഒരു കാര്യമാണ്? മരുമകൾ എങ്ങനെ നിൽക്കണം, അമ്മായിയമ്മ എങ്ങനെ നിൽക്കണം, അതിനെക്കുറിച്ചൊരു ടോപ്പിക്കാണ് കേട്ടോ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ അമ്മായിയമ്മ എങ്ങനെ പെരുമാറണം, അല്ലെങ്കിൽ അമ്മായിയമ്മ എങ്ങനെയാണ് പുതിയതായിട്ട് വരുന്ന ഒരു മരുമകളോട് പെരുമാറേണ്ടത്, എങ്ങനെയൊക്കെ പെരുമാറാം, ഏതൊക്കെ രീതിയിലാണ് അവർ നിൽക്കേണ്ടത്, അവർ ബന്ധം എങ്ങനെയാണ് ദൃഢമായിട്ട് ഊട്ടി ഉറപ്പിക്കേണ്ടത്, അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. എൻ്റെ അനുഭവത്തിൽ നിന്നും അതുപോലെ എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതൊക്കെ തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ എന്നോട് പറയാം കേട്ടോ. അപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞ് 2018. 2018 ഞാൻ കല്യാണം കഴിക്കുമ്പോൾ എനിക്ക് 21 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ. ആ ഒരു സമയത്താണ് ഞാൻ വിവാഹം കഴിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നും ഞാൻ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ ഞാൻ പോയിട്ടുള്ള കാര്യങ്ങളെല്ലാം വെച്ചിട്ട്, അതുപോലെ പല ആൾക്കാരെയും കണ്ടു പരിചയപ്പെട്ട് അങ്ങനെയുള്ള അനുഭവങ്ങളും, എൻ്റെ കൂട്ടുകാരികൾ വിവാഹം കഴിച്ച് ആ രീതിയിലുള്ള അനുഭവങ്ങളും കേട്ടുള്ള അറിവുകളും എല്ലാം വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ടോപ്പിക്ക് തയ്യാറാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് ഉപകാരപ്പെട്ടെങ്കിൽ മറക്കാണ്ട് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലോട്ട് തന്നെ കിടക്കാം. അപ്പൊ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ നല്ല അമ്മായിമ്മമാരും ഉണ്ടാവും കേട്ടോ. അവരെന്നെ തെറ്റിദ്ധരിക്കൊന്നും ചെയ്യരുത്. സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് കേട്ടോ. ആർക്കും വിഷമമൊന്നും എന്നോട് തോന്നരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് തന്നെ കിടക്കാം. ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും അമ്മായിയമ്മ മരുമകളെ കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കരുത്. അതായത് അയൽവീട്ടുകളിൽ, അതുപോലെ ഏറ്റവും അടുത്ത ബന്ധുക്കാരുടെ ഇടയിൽ, അവിടെ ഒന്നും പോയിട്ട് കുറ്റങ്ങൾ പറഞ്ഞു കൊടുക്കരുത്. ആ കുട്ടിക്ക് സൗന്ദര്യമില്ലാന്നോ, അല്ലെങ്കിൽ ആ കുട്ടി പഠിച്ചിട്ടില്ലാന്നോ, അതല്ലെങ്കിൽ ആ കുട്ടി ഒരുപാട് സ്വർണം കൊണ്ടുവന്നിട്ടില്ല, അല്ലെങ്കിൽ സ്ത്രീധനം കൊണ്ടുവന്നിട്ടില്ല, അല്ലെങ്കിൽ ഒരുപാട് ബന്ധുബലങ്ങളില്ല, അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കുറ്റങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ നടക്കരുത്. അത് അത്ര നല്ല ശരിയായിട്ടുള്ള കാര്യമല്ല. കാരണം നിങ്ങളുടെ മരുമകൾ ഇന്നിപ്പോൾ ഇവിടെ പുതിയൊരാളായിരിക്കാം, പക്ഷെ ഒരു 2 മാസം അല്ലെങ്കിൽ 3 മാസമൊക്കെ കഴിയുമ്പോഴത്തേക്കും അവിടെ ഒരു സ്ഥിര താമസക്കാരി തന്നെയാവും ആ കുട്ടി. അപ്പം നാട്ടുകാർക്കും അതുപോലെ നിങ്ങളുടെ ബന്ധുക്കൾക്കും എല്ലാം അടുത്ത് അറിയുന്ന ഒരാളായി മാറും. ചിലപ്പോൾ നിങ്ങളെക്കായും ബന്ധം അവർ തമ്മിൽ പുലർത്തിയെന്നും വരാം. അപ്പോൾ ഈ നിങ്ങൾ കുറ്റം പറഞ്ഞു കൊടുത്ത കാര്യങ്ങളെല്ലാം ചിലപ്പോൾ നിങ്ങളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളും സ്വന്തക്കാരും അതുപോലെ സ്നേഹിതരും അതുപോലെ അയൽക്കാരും ഒക്കെ ഈ കുട്ടിയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കാം. ഇന്ന് ഇതുപോലെ നിങ്ങളുടെ അമ്മായിയമ്മ എൻ്റെ അടുത്ത് ഇതുപോലെ പറഞ്ഞു തന്നിട്ടുണ്ട്, അങ്ങനെ ഇങ്ങനെ എന്നെല്ലാം പറഞ്ഞു കൊടുക്കുമ്പോൾ ആ കുട്ടിയുടെ മനസ്സിൽ ആ ഒരു കറ വീണു പോവുകയാണ് കേട്ടോ. നിങ്ങൾ ഈ പറഞ്ഞ് വെച്ച കാര്യങ്ങളെല്ലാം അവൾ ആ ഒരു, അയ്യോ എന്നെക്കുറിച്ച് അമ്മ എന്നാലും ഇങ്ങനെയാണല്ലോ പറഞ്ഞത്, ഞാൻ അമ്മയെ അങ്ങനെയല്ലല്ലോ കണ്ടത്. പക്ഷെ നിങ്ങൾ ആ കുട്ടിയുടെ അടുത്ത് നല്ല സ്നേഹത്തിലൊക്കെ ആയിരിക്കും പറഞ്ഞ് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഈ ഒരു ചെറിയൊരു കരട് ആ കുട്ടിയുടെ മനസ്സിൽ എപ്പോഴും കിടക്കും. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അങ്ങനെ ഒരു കാര്യങ്ങളൊന്നും, കുറ്റങ്ങളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയാണ്ടിരിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും കുറ്റങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറവുകളോ അല്ലെങ്കിൽ ആ കുട്ടിയുടെ അടുത്ത് എന്തെങ്കിലും പറയാനോ ഉണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് മരുമകളോട് തന്നെ പറയുക. ഇതുപോലെ ചെയ്യരുതെന്നോ, അല്ലെങ്കിൽ അതുപോലെ ചെയ്യരുതെന്നോ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്തോളൂ എന്നോ ഒക്കെ ആ കുട്ടിയുടെ തന്നെ സജഷൻ പറയുന്നതായിരിക്കും നല്ലത്. അതും വളരെ സ്നേഹത്തോട് തന്നെ പറയുക. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യമാണ്, നിങ്ങളുടെ മരുമക്കളെ കമ്പയർ ചെയ്യാണ്ടിരിക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് 3 മരുമക്കളുണ്ടാവും, 2 മരുമക്കളുണ്ടാവും, ചിലപ്പോൾ ഒരു മരുമകളായിരിക്കും ഉണ്ടാവുക. നിങ്ങളുടെ ബന്ധുക്കളായിട്ട് അല്ലെങ്കിൽ ബന്ധുക്കളിലെ ഏതെങ്കിലും കുട്ടികളായിട്ട് കമ്പയർ ചെയ്യാണ്ടിരിക്കുക. അതല്ലെങ്കിൽ നിങ്ങളുടെ ചേച്ചി അനിയത്തിയൊക്കെ ഉണ്ടാവും, അവർക്ക് വന്നിട്ടുള്ള മരുമക്കളെ കുറിച്ച് പറഞ്ഞിട്ട് കമ്പയർ ചെയ്യാണ്ടിരിക്കുക. നിങ്ങളുടെ മക്കളുടെ ഭാര്യമാരായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ അവർ തമ്മിൽ തന്നെ ഒരു അസ്വാരസ്യം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതുമാത്രമല്ല, കുട്ടി ഒരുപാട് പുകഴ്ത്തുക, അതുപോലെ കുട്ടി ഒരുപാട് താഴ്ത്തി കാണിക്കുക, അപമാനിക്കുക, അങ്ങനെയൊന്നും ചെയ്യരുത്. അത് വളരെ വിഷമം ഉണ്ടാക്കും. വന്നു കയറുന്ന കുട്ടികളല്ലേ, അപ്പം ഓൾറെഡി അവർ കേട്ടിട്ടുണ്ടാവുക എന്തായിരിക്കും, അമ്മായിയമ്മ എന്ന് പറഞ്ഞൊരു സങ്കല്പം തന്നെ വളരെ മൂശാട്ട പിടിച്ചൊരു സ്ത്രീ ആയിരിക്കും. അങ്ങനെയൊക്കെയുള്ളൊരു സങ്കല്പത്തിലാണ് കുട്ടികൾ വളർന്നു വരുന്നത്. ചിലപ്പോൾ അവരുടെ വീട്ടിലും അങ്ങനെ തന്നെയായിരിക്കും അത് കണ്ടു പഠിച്ചിട്ടുണ്ടാവുക. അമ്മയുടെ അടുത്ത് അമ്മൂമ്മ അങ്ങനെ ചെയ്യുന്നു, അമ്മൂമ്മ ഇങ്ങനെ ചെയ്യുന്നു, അമ്മ കരയുന്നു, അതൊക്കെ കണ്ടിട്ടായിരിക്കും ആ കുട്ടി വളർന്നു വന്നിട്ടുണ്ടാവുക എന്ന സാഹചര്യം. അപ്പം നിങ്ങൾ ഒരിക്കലും മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് കുട്ടിയെ അപമാനിക്കുകയും അതുപോലെ ഒരുപാട് പുകഴ്ത്തുകയും ചെയ്യരുത്, അല്ലെങ്കിൽ കമ്പയർ ചെയ്ത് കാണുകയും ചെയ്യരുത്. അത് വലിയൊരു വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പം നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യരുത് കേട്ടോ.
വേറൊരു കാര്യം പറയാനുള്ളത് മരുമക്കളുടെ വീട്ടുകാരെ കുറിച്ച്, അത് അച്ഛൻ, അമ്മ, ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, അവരെ കുറിച്ചിട്ട് നമ്മൾ മറ്റുള്ളവരോട് കുറ്റം പറയാണ്ടിരിക്കുക. നമ്മുടെ ബന്ധുക്കാരോടും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ളവരോടോ അങ്ങനെയുള്ളവരോട് ആരോടും ഈ കുട്ടിയെക്കുറിച്ചോ അല്ലെങ്കിൽ കുട്ടിയുടെ വീട്ടുകാരെ കുറിച്ച് കുറ്റം പറയാണ്ടിരിക്കുക. അച്ഛൻ അങ്ങനെയാണെന്നോ അല്ലെങ്കിൽ അമ്മ എങ്ങനെയാണെന്നോ അങ്ങനെയൊന്നും പറയാതിരിക്കുക. അത് ആ കുട്ടിയിൽ വളരെ വിഷമം ഉണ്ടാക്കും. അത് നിങ്ങളെ തെറ്റായ രീതിയിൽ ചിത്രീകരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ പറയാണ്ടിരിക്കുക. നിന്റെ അമ്മ അങ്ങനെയല്ലേ, നിന്റെ അച്ഛൻ ഇങ്ങനെയല്ലേ, എന്നാലും അവരങ്ങനെ പറഞ്ഞില്ലേ. ചിലപ്പോൾ വീട്ടുകാരൊക്കെ വന്നിട്ട് പോയി കഴിയുമ്പോൾ ഈ കുട്ടിയോട് തന്നെ പറയും, അയ്യോ നിന്റെ അച്ഛന് മധുരം കൂടുതൽ വേണം, മധുരം ഉണ്ടെങ്കിലേ കഴിക്കാവുള്ളൂ, അല്ലെങ്കിൽ നിന്റെ അച്ഛൻ ഇങ്ങനെയാണോ നിന്നെ വളർത്തിയത്, നിന്റെ അമ്മ ഇങ്ങനെയാണോ വളർത്തിയത്, അതുകൊണ്ടാണ് നീ ഇങ്ങനെ. അങ്ങനത്തെ വാക്കുകൾ നമ്മൾ ഉപയോഗിക്കാണ്ടിരിക്കുക. അതിന് പകരം നല്ല പോസിറ്റീവായിട്ടുള്ള വാക്കുകളെല്ലാം പറഞ്ഞ് അവരെ എന്താ, നിങ്ങൾക്കൊരു കാര്യം ചെയ്യാനാണെങ്കിൽ ഒരു ചായ വെക്കാനാണെങ്കിൽ കുട്ടിക്ക് അറിയില്ലായിരിക്കാം, പക്ഷെ അതിനെ പോസിറ്റീവായിട്ട് പറഞ്ഞ് അതിനെ പഠിപ്പിച്ചു കൊടുക്കുക. ചിലപ്പോൾ 1-2 തവണ കാണിച്ചു കൊടുത്താൽ ആ കുട്ടി നന്നായിട്ട് പഠിച്ച് അതുപോലെ ചെയ്യാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നിന്റെ അമ്മ ഇങ്ങനെ വളർത്തിയതായിരിക്കും, അല്ലെങ്കിൽ നിന്റെ അച്ഛൻ ഇങ്ങനെ വളർത്തിയോണ്ടായിരിക്കും നിനക്ക് അത് അറിഞ്ഞുകൂടാത്തത്. അങ്ങനെയൊന്നും പറയാണ്ടിരിക്കുക. കാരണം നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്, നമ്മളും ഒരു സമയത്ത് മരുമകളായിരുന്നു, അതിന് ശേഷമാണ് അമ്മായിയമ്മ ആയിട്ടുള്ളത്. അപ്പം അതൊക്കെ ഓർക്കുക. ഒരിക്കലും മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ സംസാരിക്കാതിരിക്കുക, തരം താഴ്ത്തി സംസാരിക്കാതിരിക്കുക. അത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളൂ പേഴ്സണലി. എപ്പോഴും മരുമക്കൾക്ക് റെസ്പെക്റ്റ് കൊടുത്തിട്ട് സംസാരിക്കുക. ചിലപ്പോൾ നിങ്ങളെക്കാളും 10-20 വയസ്സിന് താഴ്ന്ന കുട്ടിയായിരിക്കാം, ഒരുപാട് വയസ്സിന് എളുപ്പമുണ്ടാവാം, പക്ഷെ ആ കുട്ടിക്ക് ഒരു റെസ്പെക്റ്റ് കൊടുക്കുക. നമ്മളിപ്പോൾ 5 വയസ്സായ കുട്ടിയാണെങ്കിലും 2 വയസ്സായ കുട്ടിയാണെങ്കിലും ആർക്കാണെങ്കിലും അവരുടേതായ വ്യക്തിത്വമുണ്ട്. അപ്പോൾ അവർക്ക് റെസ്പെക്റ്റ് കൊടുത്തിട്ട് വേണം നമ്മൾ സംസാരിക്കാൻ. അല്ലെങ്കിൽ എടി പൊടി വാടി അങ്ങനെയൊന്നും നമ്മൾ സംസാരിക്കാതിരിക്കുക. ചിലപ്പം നമ്മുടെ മക്കളുടെ അടുത്ത് അങ്ങനെയായിരിക്കും പറയുക. ചിലപ്പം എൻ്റെ മോൻ്റെ അടുത്തോ അല്ലെങ്കിൽ എൻ്റെ മോളുടെ അടുത്തോ ഞാൻ അങ്ങനെയായിരിക്കും സംസാരിക്കുക, എടാ ഇവിടെ വാടാ, ഇടി ഇവിടെ വാടി, അങ്ങനെയൊക്കെ ആയിരിക്കും പറഞ്ഞ് സംസാരിക്കുക. പകരം നമ്മൾ അവളെ മോളെ എന്നൊന്ന് വിളിച്ചു നോക്കി, മോളെ ഇവിടെ വാ, അല്ലെങ്കിൽ മോനെ ഇവിടെ വാ, അങ്ങനെ സംസാരിക്കുമ്പോൾ അവർക്ക് വിചാരിക്കും ആ എന്നെ പരിഗണിക്കുന്നുണ്ട്, ഒരു പരിഗണന അവർക്ക് കിട്ടുന്നുണ്ട്. ചിലപ്പോൾ അവർ വീട്ടിൽ ചിലപ്പോൾ പേരായിരിക്കും വിളിച്ചിട്ടുണ്ടായിരിക്കാം, ചിലപ്പോൾ രേണു അല്ലെങ്കിൽ ധനു അങ്ങനെയൊക്കെ പറഞ്ഞ പേരായിരിക്കും ചിലപ്പോൾ വിളിച്ചിട്ടുണ്ടാകുക, എന്തെങ്കിലും ചെല്ലപ്പേരുകളൊക്കെ ആയിരിക്കും വിളിച്ചിട്ടുണ്ടാവുക. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ ചെല്ലപ്പേരൊന്നും വിളിക്കാം, മുത്തേ ചക്കരയെന്നൊന്നും വിളിക്കാൻ പറ്റിയില്ലെങ്കിലും ജസ്റ്റ് ആ കുട്ടിയുടെ പേരിൻ്റെ കൂടെ മോളെ എന്ന് വിളിക്കുക, അല്ലെങ്കിൽ മോളെ എന്ന് വിളിച്ചിട്ട് ചീത്ത പറയുകയാണെങ്കിൽ കൂടി മോളെ എന്ന് വിളിച്ചിട്ട് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ അവർക്കൊരു എന്താ പറയുക, ഒരു മനസ്സിന് വിഷമം തട്ടത്തില്ല. അല്ലെങ്കിൽ വേറൊരാൾ പറയുന്നു, അല്ലെങ്കിൽ അന്യൊരാൾ എന്നെ ചീത്ത പറഞ്ഞല്ലോ, അങ്ങനെ ഒരു വിഷമം തട്ടത്തില്ല. അന്യൊരാൾ നമ്മുടെ അടുത്ത് എന്തെങ്കിലും ഒരു കാര്യം ചീത്ത പെട്ടെന്നായിട്ട് ദേഷ്യപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കാലാകാലങ്ങളോളം ഇരിക്കും. അതായത് എന്തെങ്കിലും കറ വന്ന് പറ്റിയിരിക്കത്തില്ലേ, അതുപോലെ ഇങ്ങനെ ഇരിക്കും കേട്ടോ, അത് മനസ്സിൽ നിന്ന് അങ്ങ് പോകത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് റെസ്പെക്റ്റ് ആയിട്ട് പെരുമാറാം. അതൊരു വ്യക്തിത്വത്തിൻ്റെ ഭാഗമാണ് കേട്ടോ. നമ്മൾ ഏതൊരു വ്യക്തിയുടെ അടുത്തും റെസ്പെക്റ്റ് ആയിട്ട് തന്നെ പെരുമാറാം. ചെറിയ കുട്ടികളായിരിക്കാം, വലിയ കുട്ടികളായിരിക്കാം, ചിലപ്പോൾ വയസ്സായ ആൾക്കാരായിരിക്കാം, അങ്ങനെ പല ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരായിരിക്കും. ഏതൊരു വ്യക്തിയുടെ അടുത്തും, മരുമകളെന്നല്ല, ഏതൊരു വ്യക്തിക്കും ആ വ്യക്തിത്വം കൊണ്ട് ആ വ്യക്തിത്വത്തെ അംഗീകരിച്ചിട്ട് നമ്മൾ സംസാരിക്കണം. അതല്ലാണ്ട് ഇടി പൊടി വാടി അങ്ങനെയുള്ള രീതിയിൽ സംസാരിക്കരുത്. റെസ്പെക്റ്റ് ഇല്ലാണ്ട് അവരോട് ഇടപഴകുകയും ചെയ്യരുത്, മരുമകളോട് പ്രത്യേകിച്ചും. കാരണം നമ്മുടെ മകനെ നോക്കേണ്ടവളാണ്. നമുക്ക് എന്താണ് ആഗ്രഹം, നമ്മുടെ മകൻ സന്തോഷമായിട്ട് ഇരിക്കണം എന്നാണ് ആഗ്രഹം. അപ്പൊ ആ സന്തോഷത്തിന്റെ കൂടെ ജീവിക്കേണ്ട ആരാണ്, നമ്മുടെ മരുമകൾ തന്നെയാണ്. അപ്പൊ നമ്മൾ നോക്കിയാലും നന്നായിട്ട് നമ്മുടെ മരുമകനെ, അതായത് നമ്മുടെ മകനെ നോക്കണമെങ്കിൽ നമ്മുടെ മരുമകൾ തന്നെ വേണം. അപ്പം നമ്മൾ ആ കുട്ടിയുടെ അടുത്ത് റെസ്പെക്റ്റ് ആയിട്ട് തന്നെ പെരുമാറണം. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 5-10-20 ദിവസം കഴിഞ്ഞിട്ട് മരിച്ചു പോയേക്കാം, പക്ഷെ എന്നും മകനോട് ഭാര്യ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, നിങ്ങളുടെ അമ്മ എന്നോട് അങ്ങനെ പെരുമാറിയില്ലേ, നിങ്ങളുടെ അമ്മ എന്നോട് ഇങ്ങനെ പെരുമാറിയില്ലേ, എനിക്കത് അന്ന് ഭയങ്കരമായിട്ട് വിഷമമായി എന്ന്, അന്ന് എനിക്കൊന്നും പ്രതികരിക്കാൻ പറ്റിയില്ല, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ എന്നും ഒരു അസ്വസ്ഥത ഉണ്ടാവും. മകൻ്റെ മനസ്സിൽ എപ്പോഴും നമ്മളൊരു കരടായിട്ട് നീങ്ങാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും റെസ്പെക്റ്റ് ആയിട്ട് തന്നെ പെരുമാറാൻ ശ്രമിക്കണം. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ചിലപ്പോൾ നമ്മുടെ മക്കളെയൊക്കെ കല്യാണം കഴിച്ച് വിട്ടിട്ടുണ്ടാവും. ചിലപ്പോൾ പെൺകുട്ടികളുണ്ടെങ്കിൽ ആ പെൺകുട്ടികളെ ചിലപ്പോൾ പുറത്തോട്ട് കല്യാണം കഴിച്ച് വിട്ടേക്കായിരിക്കാം. അവർ ചിലപ്പോൾ 2 ദിവസം വീട്ടിലോട്ട് വന്ന് നിൽക്കുമായിരിക്കും. അല്ലെങ്കിൽ മൂത്തൊരു മകൻ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് വേറെ താമസിക്കുമായിരിക്കും. അപ്പോൾ അവനും ഭാര്യയും പെട്ടെന്ന് വന്നതായിരിക്കും, അവരുടെ കുട്ടികളൊക്കെ കൂട്ടിയിട്ട് അവർ വന്നതായിരിക്കാം. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ വീട്ടിലുള്ള ആ മരുമകളെക്കുറിച്ച് ഒരിക്കലും കമ്പയർ ചെയ്ത് അവിടെ സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത്. അതായത് ഒരു സ്നേഹം കൂടുതൽ കാണിക്കുക, വീട്ടിൽ സാധാരണ നമ്മളുള്ള രീതിയിലല്ലാണ്ട് ഒരു സ്നേഹം കൂടുതൽ കാണിക്കുക. അല്ലെങ്കിൽ ഈ ഒരു കുട്ടി അടുത്തോട്ട് വരുമ്പോഴത്തേനും അടക്കം പറച്ചിൽ അങ്ങ് നിർത്തുക, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും രഹസ്യം പറഞ്ഞുകൊണ്ടിരിക്കുമായിരിക്കും, പെട്ടെന്ന് ആ സംസാരം അങ്ങ് സ്റ്റോപ്പ് ചെയ്യുക, ഈ കുട്ടി പോയതിന് ശേഷം സംസാരിക്കാൻ നിൽക്കുക. അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യരുത്. കാരണം അപ്പോൾ ഒരു നീക്കി നിർത്തുന്ന പോലെ, അല്ലെങ്കിൽ അകൽച്ചയുള്ള ആൾക്കാരെ പോലെ, അല്ലെങ്കിൽ അന്യരോട് പെരുമാറുന്നത് പോലെ എന്നൊക്കെ ആ കുട്ടിയുടെ മനസ്സിൽ ചിലപ്പോൾ തോന്നാൻ ചാൻസ് ഉണ്ട്. കാര്യമൊന്നും ഉണ്ടാവില്ല, നിങ്ങൾ
പറയുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ ഈ രഹസ്യം പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, ഒരു കാര്യം ഉണ്ടാവത്തില്ല, വീട്ടിലെ കറി വെച്ച കാര്യം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. പക്ഷേ ആ കുട്ടി വരുമ്പോൾ നിങ്ങളിങ്ങനെ രഹസ്യം പറയുകയാണ്, ഇങ്ങനെ എന്നിട്ട് കുണുകുണൂന്ന് പറയുവാണെങ്കിൽ പെട്ടെന്ന് അങ്ങ് സ്റ്റോപ്പ് ചെയ്യണം. അല്ലെങ്കിൽ സാധാരണ സംസാരം തന്നെയായിരിക്കും, എന്തെങ്കിലുമൊക്കെ ബിസിനസ് നടത്തുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മേടിച്ച കാര്യങ്ങളൊക്കെ ആയിരിക്കും. പെട്ടെന്ന് അങ്ങ് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ആ കുട്ടിയുടെ മനസ്സിൽ എന്താ ഉണ്ടാവുക പറയും, എന്നെ കുറിച്ചാണ് ഇവരിപ്പോൾ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്നത്, അങ്ങനെ ഒരു തോന്നൽ വരാം. പിന്നെ അവർ വരുമ്പോൾ വേറൊരാൾ പുറത്തുനിന്ന് അകത്തോട്ട് നമ്മുടെ വീട്ടിലോട്ട് വരുമ്പോൾ പെട്ടെന്ന് അവരോട് അമിതമായിട്ടുള്ള സ്നേഹം, അതുപോലെ അങ്ങനത്തുള്ള പ്രകടനം അങ്ങനെയുള്ളതും കാണിക്കാണ്ടിരിക്കുക. എപ്പോഴും എങ്ങനെയാണോ അത് തന്നെ ചെയ്യുക. ഒരേ പന്തിയിൽ തന്നെ രണ്ട് തരത്തിലുള്ള ഊണ് വിളമ്പരുതെന്ന് പറയത്തില്ലേ, അത് തന്നെയാണ് എനിക്കിവിടെ പറയാനുള്ളത്. അതുപോലെ നമ്മൾ ഒരേ പന്തിയിൽ അങ്ങനെ ചെയ്യുന്നത് തെറ്റാണ്, ഒരു തെറ്റായ ഒരു കാര്യം തന്നെയാണ് അത്. എല്ലാവരോടും സമമായിട്ട് പെരുമാറുക, മകനോടാണെങ്കിലും മകളോടാണെങ്കിലും എല്ലാം. പ്രത്യേകിച്ച് മരുമക്കളോട് നമ്മൾ കുറച്ചുകൂടി പ്രാധാന്യം കൊടുത്ത് തന്നെ പെരുമാറണം. മക്കളെ നമ്മൾ ചീത്ത പറയുമ്പോഴേ ഒന്നുമല്ല, മരുമക്കളോട് നമ്മൾ ദേഷ്യപ്പെടുവോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് എന്തെങ്കിലും പറയുമ്പോൾ അവരുടെ മനസ്സിൽ അതാ ഉണ്ടാവുക. ഇത്രയും നാൾ നമ്മൾ നല്ല സ്നേഹത്തോടെ ആയിരിക്കും പെരുമാറിയിട്ടുണ്ടാവുക, ഒറ്റൊരു കാരണം മതി അവരുടെ മനസ്സിൽ അതൊരു കറയും കരടുമായിട്ട് നിൽക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മളത് പെരുമാറാൻ കേട്ടോ. വേറെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, മകൻ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ ഒരിക്കലും മകനെ മാറ്റി നിർത്തി നമ്മൾ മരുമകളുടെ കുറ്റം പറയാതിരിക്കുക. രഹസ്യമായിട്ടൊക്കെ ഇങ്ങനെ മാറ്റി നിർത്തി അടുക്കളയിലോ അല്ലെങ്കിൽ നമ്മുടെ റൂമിലോട്ടൊക്കെ മാറ്റി നിർത്തിയിട്ട് മരുമകളെ കുറിച്ചിട്ട് ഇങ്ങനെ, അയ്യോ അവൾ അങ്ങനെ ചെയ്തു കേട്ടോ, അവൾ ഇങ്ങനെ ചെയ്തു കേട്ടോ, അല്ലെങ്കിൽ അവൾ അത് മേടിച്ച് കുറേ കാശ് സ്പെൻഡ് ചെയ്തിട്ടോ, അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ അയ്യോ ഇവളെ ഇവിടെ പറ്റത്തില്ല, ഇവളെ കൊണ്ട് വീട്ടിലാക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും, അല്ലെങ്കിൽ അവൾ അങ്ങനെയാണ് അവൾ ഇങ്ങനെയാണ്, അവൾ ആരും വിളിക്കുന്ന കണ്ടു, അങ്ങനെയുള്ള കാര്യങ്ങൾ രഹസ്യമായിട്ട് ഇങ്ങനെ മകൻ്റെ മനസ്സിലോട്ട് ഇങ്ങനെ ഇൻജക്റ്റ് ചെയ്യാണ്ടിരിക്കുക. നിങ്ങൾ ഒരു കുറ്റം ഇങ്ങനെ, ചിലപ്പോൾ മകൻ അത് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല, മകൻ അറിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ആ കുട്ടി ഒരു സാധനം വേങ്ങിച്ചിട്ടുണ്ടാവുക, എന്തായാലും മകനോട് പറഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ. അപ്പം നമ്മളിത് പറഞ്ഞു കൊടുക്കുമ്പോൾ മകൻ്റെ മനസ്സിലൊരു നെഗറ്റീവ് വരും, അയ്യോ എന്നാലും അമ്മ ഇങ്ങനെ പറഞ്ഞല്ലോ, അവൾ എന്നോട് ചോദിച്ചിട്ടാണല്ലോ ചെയ്തത്. അപ്പം എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം വരുമ്പോൾ നമ്മളിപ്പോൾ മകൻ്റെ അടുത്ത് മരുമകളെ കുറിച്ചൊരു കാര്യം പറഞ്ഞു കൊടുത്താൽ തന്നെ അയാൾ എന്താ വിചാരിക്കാന്നറിയോ, ഈ അമ്മയ്ക്ക് ഇത് തന്നെ പണിയുള്ളൂ, അമ്മയ്ക്ക് അവളെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് അമ്മ എല്ലാത്തിനും തൊട്ടേനും പിടിച്ചതിനും എല്ലാം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, ഈ തൊട്ടവും പിടിച്ചതെല്ലാം വന്നിട്ട് ചെവിറ്റിൽ ഇങ്ങനെ ഊതി കൊടുക്കുന്ന പരിപാടി ആദ്യം തന്നെ നിർത്താം. നമുക്ക് മരുമകളെ കുറിച്ച് ഇഷ്ടമല്ലാത്ത കാര്യം ഉണ്ടെങ്കിൽ നാട്ടിൽ ഇങ്ങനെ പാടി നടക്കും, അല്ലെങ്കിൽ മകനോട് ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയോ ചെയ്യാണ്ട് നമ്മൾ ഒന്നെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ വെക്കുക, അതല്ലെങ്കിൽ നമ്മൾ മിണ്ടാതിരിക്കുക. അതാണ് ഏറ്റവും നല്ലത്. ഇങ്ങനെ നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യുന്നേക്കാൾ നല്ലത് നമ്മൾ മിണ്ടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. കാരണം മകൻ ചിലപ്പോൾ കൂട്ടി നിർത്തി ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പം നിങ്ങൾ നൊണ്ണയാണ് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ചില കുട്ടികൾ പെട്ടെന്ന് അങ്ങ് ചോദിക്കും, അയ്യോ നീ അങ്ങനെ ചെയ്തു, നീ ഇങ്ങനെ ചെയ്തു എന്നൊക്കെ ചോദിക്കും. ചിലപ്പോൾ നമ്മൾ കള്ളമാണ് പറഞ്ഞു കൊടുക്കുന്നതെങ്കിൽ അതും നമുക്ക് ബാഡായിട്ട് ഇമ്പ്രഷനാണ് ഉണ്ടാക്കാൻ ചാൻസ് ഉള്ളത്. അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യാണ്ടിരിക്കുക, അതാണ് ഏറ്റവും നല്ലത്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് മുഖത്ത് നോക്കി പറയുക, അല്ലെങ്കിൽ എല്ലാവരും കൂടിയിരിക്കുന്ന സമയത്ത് തമാശയായിട്ടോ ഒക്കെ ഒന്ന് പറയുക. അതല്ലാണ്ട് നോവിക്കുന്ന രീതിയിൽ തമാശയും പാടില്ല കേട്ടോ. വളരെ കാഷ്വലായിട്ട് സംസാരിക്കുക. അപ്പോൾ മകൻ അറിഞ്ഞില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന കാര്യമാണെങ്കിൽ ആ ഒരു സ്പോട്ടിൽ പറയുമല്ലോ, അയ്യോ അതെപ്പോഴാണ്, ഞാൻ അറിഞ്ഞില്ലല്ലോ അമ്മേ, അവൾ അങ്ങനെ ചെയ്തു, അങ്ങനെയൊക്കെ ചോദിക്കും. ആ ഒരു കാഷ്വലായിട്ട് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ അത് അങ്ങനെ അങ്ങ് പോയിക്കോളും. അതല്ലാണ്ട് പർപ്പസ്ഫുള്ളി മകൻ്റെ അടുത്ത് അമ്മയുടെ കുറ്റം പറഞ്ഞു കൊടുക്കരുത്, അതുപോലെ അമ്മയുടെ അടുത്ത് മകൻ്റെ കുറ്റവും പറഞ്ഞു കൊടുക്കരുത്. അതുപോലെ ഭാര്യനെ കുറിച്ചുള്ള കുറ്റം ഭർത്താവിൻ്റെ അടുത്തും പറഞ്ഞു കൊടുക്കരുത്, ഭർത്താവിനെ കുറിച്ചുള്ള കുറ്റം ഭാര്യയുടെ അടുത്തും പറഞ്ഞു കൊടുക്കരുത് കേട്ടോ. അത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. ഇത് തെറ്റിദ്ധരിക്കപ്പെടാൻ വളരെ ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിക്കുക തന്നെ ചെയ്യണം കേട്ടോ. പിന്നീട് എപ്പോഴാണെങ്കിലും ഭാര്യയും ഭർത്താവും എപ്പോഴും ഒരുമിച്ചായിരിക്കും അവരുണ്ടാവുക. അവരെന്നിരുന്ന കാലത്താണെങ്കിലും ഇപ്പം എത്ര വഴക്കിട്ടവരാണെങ്കിൽ പോലും നിങ്ങൾ ഈ പറഞ്ഞ കാര്യം മാത്രമാണ് വലുതായിട്ട് നിൽക്കത്തുള്ളൂ, അത് മുഴച്ചിങ്ങനെ നിൽക്കും. അപ്പം അതൊന്നും ഒരു ബുദ്ധിമുട്ട് തന്നെയായിരിക്കും, നിങ്ങൾക്ക് ഒരു ബാഡ് ഇമേജാണ് അത് ക്രിയേറ്റ് ചെയ്ത് തരിക കേട്ടോ. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മകൻ്റെയും മരുമകളുടെയും സമയത്തിന് നമ്മൾ വില കൊടുക്കണം. ചിലപ്പോൾ നമ്മൾ റിട്ടയർമെൻറ്റ് ലൈഫിലൊക്കെ ആയിരിക്കും, വീട്ടിൽ നമ്മൾ വെറുതെ ഇരിക്കുകയൊക്കെ ചെയ്യുമായിരിക്കും. ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് ചിലപ്പോൾ 1-2 മാസമായിട്ടുള്ള ഒരു ഭാര്യയും ഭർത്താവും ഒക്കെ ആയിരിക്കും. അപ്പോൾ അവരുടെ സമയത്തിന് നമ്മൾ വില കൊടുക്കണം. എപ്പോഴും നമ്മുടെ കട്ടിലിൻ്റെ ചുറ്റും ഇരിക്കണം എന്നോ അല്ലെങ്കിൽ നമ്മുടെ ഒപ്പം കിടന്ന് കറങ്ങണമെന്നോ ഒന്നും നമ്മൾ അവരെ വാശി പിടിക്കരുത്.
ചിലപ്പോൾ അവർക്ക് പുറത്തു പോകാനുണ്ടാവും. അങ്ങനെ തന്നെയല്ലേ വേണ്ടത്, പുറത്തു പോവുകയും സന്തോഷിക്കുകയും. വീക്കെൻഡിലൊക്കെ ചിലപ്പോൾ ഭാര്യയും ഭർത്താവും ജോലി ചെയ്യുന്നവരായിരിക്കും, അവർക്ക് വീക്കെൻഡിലൊക്കെ ഒരു ദിവസം 2 ദിവസമൊക്കെ കിട്ടുന്നതായിരിക്കും. അല്ലെങ്കിൽ വൈകുന്നേരമൊക്കെ ചിലപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തൊക്കെ ഇറങ്ങി കറങ്ങാൻ പോകുന്നതായിരിക്കും. എവിടെ പോയതാ, എന്തിനു പോയതാ, എങ്ങനെ പോയതാ, അങ്ങനെയൊന്നും ചോദിച്ച് നമ്മൾ ശല്യപ്പെടുത്താണ്ടിരിക്കുക. ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ പിന്നെ ഒരിക്കലും തിരിച്ചു കിട്ടത്തില്ല. നമ്മളും ആ ചെറുപ്രായം കഴിഞ്ഞിട്ട് വന്നതാണെന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും ഓർക്കണം. അല്ലെങ്കിൽ എനിക്ക് അന്ന് സമയത്ത് എനിക്ക് അങ്ങനെ, എൻ്റെ അമ്മായിയമ്മ അങ്ങനെ അനുവദിച്ചിരുന്നില്ല. 6 മണിയായി കഴിഞ്ഞാൽ അകത്ത് കയറണം. പണ്ടൊന്നും ആരും പുറത്തിറങ്ങാൻ സമ്മതിച്ചിരുന്നില്ല. പെൺകുട്ടികളെ കൂട്ടിയിട്ട് ഇങ്ങനെ കറങ്ങി നടക്കാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവരെ ബ്ലെയിം ചെയ്യാണ്ടിരിക്കുക. ഇപ്പോഴത്തെ കാലമല്ലേ, കുട്ടികളല്ലേ, കല്യാണം കഴിഞ്ഞ ഒരു സമയം ഒരിക്കലും തിരിച്ചു കിട്ടത്തില്ല എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക. നമുക്കന്ന് കിട്ടിയിട്ടില്ല എന്ന് വിചാരിച്ച് ഇവർക്കും കിട്ടാൻ പാടില്ല എന്ന് വിചാരിച്ചൊരു വൈരാഗ്യ ബുദ്ധിയിൽ നമ്മൾ പെരുമാറാണ്ടിരിക്കുക. ആ ഒരു കല്യാണ സമയം കഴിഞ്ഞൊരു സമയമൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ നല്ലൊരു സന്തോഷത്തിലായിരിക്കും അവർ, നല്ലൊരു ഹാപ്പിയിലായിരിക്കും ഭാര്യയും ഭർത്താവും ഉണ്ടാവുക. അപ്പം നമുക്കൊരു കുശുമ്പ്, പ്രായമൊക്കെ ചെന്നതിൻ്റെ ആയിരിക്കും, അമ്മായിമ്മമാർക്ക് ഒരു ചെറിയ കുശുമ്പും കണ്ണിക്കടിയൊക്കെ വരും. അയ്യോ, എൻ്റെ മോനാണോ ഈ സ്നേഹിക്കുന്നത്, ഇവൻ ഇത്രയും ചിരിക്കുമായിരുന്നോ, ഇവനെന്ത് ചിരിയാ ചിരിക്കുന്നത് ഇവളുമായിട്ട്, അങ്ങനെയൊക്കെ ഒരു വിചാരം വേണ്ട. കാരണം അവരും ഭാര്യയും ഭർത്താവുമാണ്, അവർക്ക് പറയാനും അവർക്ക് സംസാരിക്കാനൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ചിലപ്പോൾ അത് അച്ഛനും അമ്മയും കേൾക്കാൻ പറ്റുന്ന കാര്യങ്ങളാവില്ല. അച്ഛനും അമ്മയും തമ്മിലുള്ള ബന്ധം വേറെ, അതുപോലെ തന്നെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം വേറെ തന്നെയാണെന്ന് എപ്പോഴും തരംതിരിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യം തന്നെയാണ്. അതുപോലെ അവരുടെ പ്രൈവസി ആയിട്ടുള്ള ഒരു ടൈം അവർക്ക് വേണ്ടി തന്നെ വിട്ടുകൊടുക്കുക. എപ്പോഴും ബെഡ്റൂമിൻ്റെ വാതിലിൽ പോയി നിൽക്കുക, അത് ബാത്റൂമിൻ്റെ വാതിൽ പോയി നിൽക്കുക, എപ്പോഴും മുട്ടുക വാതിലിൽ ചെന്ന്. അയ്യോ മോനെ ഇങ്ങോട്ട് വാ, അങ്ങോട്ട് വാ, ചെറിയ ചെറിയ കാര്യത്തിന് പോലും. അല്ലെങ്കിൽ ആ മീൻ മേടിക്കാൻ വാ, അല്ലെങ്കിൽ അങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, അങ്ങനെ ചെയ്യരുത്. കല്യാണം കഴിഞ്ഞ ആദ്യ നാളുകളിൽ നമ്മൾ അങ്ങനെ അവർ ശല്യം ചെയ്യുന്നത് അത്ര നല്ലതല്ല. പിന്നീട് ഒരിക്കലും ആ സമയം തിരിച്ചു കിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ ആ ഒരു വൈരാഗ്യ ബുദ്ധിയിൽ നമ്മൾ ഒരിക്കലും അവരോട് അങ്ങനെ ചെയ്യരുത് കേട്ടോ. ചിലപ്പോൾ ഇത്ര നാളും നമ്മുടെ മകനായിരുന്നിരിക്കാം അത്, പക്ഷെ ഇപ്പോൾ അദ്ദേഹം ഒരു ഭർത്താവാണെന്നും കൂടെ ഉള്ളത് ഭാര്യയാണെന്നും നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ മകനായിരുന്നു, പക്ഷെ ഇപ്പം അയാൾക്ക് കുറേ കൂടി ഉത്തരവാദിത്തം വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അവർക്ക് അവരുടേതായ പ്രൈവസി കൊടുക്കുക. കാരണം നമ്മളൊരു ഭാര്യയാണല്ലോ, ഒരു അമ്മായിമ്മ ഭാര്യ ആയതിനു ശേഷമാണല്ലോ അമ്മായിമ്മ ആയത്. അപ്പം നമ്മളത് മനസ്സിലാക്കുക. ഒരിക്കലും ആ മകനെ കൊണ്ടോ അല്ലെങ്കിൽ മരുമകളെ കൊണ്ടോ അത് പറയിക്കാണ്ടിരിക്കുക. അവരുടെ വാതൊക്കെ പോയി ഇങ്ങനെ ചെവിയൊക്കെ വെച്ച് ഇങ്ങനെ കേൾക്കുന്ന ചില അമ്മായിമ്മമാരുണ്ട്. ചിലർ ഒളിഞ്ഞു നോക്കാനും മടി കാണിക്കത്തില്ല. അത് എന്തിനാണെന്ന് നമുക്കറിയില്ല. കാരണം ചില ആൺകുട്ടികളൊക്കെ ചെറിയ മക്കളൊക്കെ ആയിരുന്ന സമയത്ത് നമ്മൾ മോനെ നീ എന്തെടുക്കുക, മോനെ നീ എന്തെടുക്കുക, അങ്ങനെയൊക്കെ ചോദിക്കുമായിരിക്കാം. പക്ഷേ കല്യാണം കഴിഞ്ഞതിന് ശേഷം 10-27 വയസ്സായ 30 വയസ്സായ ഒരു മകൻ്റെ അടുത്തിട്ട് മോനെ നീ എന്തെടുക്കുക, മോനെ നീ എന്തെടുക്കാന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. അതും 10-12 മണിക്ക് എന്തെടുക്കായിരിക്കും, അവർ കിടന്ന് ഉറങ്ങുമായിരിക്കാം ചിലപ്പോൾ, അതല്ലെങ്കിൽ അവരുടേതായ കാര്യങ്ങളായിരിക്കാം. ഇതെല്ലാം ജീവിതത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് ജീവിതത്തിൽ. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ വന്നിട്ടുള്ളത്, നിങ്ങൾ ഉറപ്പായിട്ടും മനസ്സിലാക്കേണ്ടതാണ് കേട്ടോ. ചില അമ്മായിമാരുണ്ട്, ചിലപ്പം മക്കള് മുകളിലെ നിലയിലേക്കാണെങ്കിൽ കിടക്കുക, ഇവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവർ കിടക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് സ്റ്റെയർ കേസിലൊക്കെ വന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് നിൽക്കും. അപ്പോൾ 10-12 മണിയൊക്കെ ആകുമ്പോൾ ഇങ്ങനെ നിൽക്കും. നമ്മൾ കരുതുന്നില്ലല്ലോ, നമ്മൾ ഓർക്കുന്നില്ല, അതിൻ്റെ ആവശ്യമില്ലല്ലോ, നമ്മൾ അങ്ങനെയൊന്നും കരുതേണ്ട ആവശ്യവും ഇല്ല. അപ്പോൾ അവർ തമ്മിൽ എന്താ സംസാരിക്കുന്നേ, എന്നെക്കുറിച്ചായിരിക്കും ഇവൻ്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുവാണോ, അതൊക്കെ ഇങ്ങനെ പറ്റി നിന്ന് കേൾക്കാൻ വേണ്ടി നിൽക്കുവാണ്. പക്ഷെ അത് വളരെ മോശപ്പെട്ട കാര്യമാണ്. ചിലപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും ഒരു എമർജൻസി കാര്യങ്ങൾ കൊണ്ട് പെട്ടെന്നായിരിക്കും മകനോ മരുമകളോ പുറത്തിട്ട് ഡോർ തുറന്ന് വരുന്നത്. അപ്പം നിങ്ങൾ അവിടെ വെച്ച് കാണുമ്പോൾ അത് തെറ്റിദ്ധരിക്കാൻ ഒരിടയുണ്ട്. അത് മാത്രമല്ല, ചിലപ്പോൾ അന്നായിരിക്കും നിങ്ങൾ വന്ന് നിന്നിട്ടുണ്ടാവും, പക്ഷെ എന്നും എൻ്റെ അമ്മ ഇങ്ങനെ വന്ന് നിൽക്കുമായിരുന്നോ, അപ്പോൾ ഇത്രയും നാളും ഇതുപോലെ എനിക്കൊരു പ്രൈവസി തരാണ്ടിരിക്കുമായിരുന്നോ എന്ന് അവരുടെ മനസ്സിലൊരു കരടായിട്ട് വീഴാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതും മോശമാണ്, വളരെ മോശമാണ്. അപ്പോൾ അത് ചെയ്യാണ്ടിരിക്കുക. അഥവാ നിങ്ങൾ ഇതുപോലെ പറ്റി നിന്ന് എന്തെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ അത് ചോദിക്കാണ്ടിരിക്കുക. മകനെയോ മരുമകളെ കാണുമ്പോൾ ചില ആൾക്കാരുണ്ട്, നീ അങ്ങനെ പറഞ്ഞില്ലേ, നീ ഇങ്ങനെ പറഞ്ഞില്ലേ, അത് അവരുടെ പേഴ്സണൽ സമയത്ത് പറഞ്ഞതായിരിക്കാം. അവർ പ്രൈവസി ആയിട്ട് ഇരിക്കുന്ന സമയത്ത് അവർ തമ്മിലുള്ള സംസാരമാണ്. അത് ഒട്ടി നിന്ന് കേട്ടതാണ് നമ്മൾ ചെയ്ത തെറ്റ്. അപ്പം നമ്മളത് സമൂഹ മധ്യത്തിൽ അല്ലെങ്കിൽ അവർ കിച്ചണിലോട്ട് വരുമ്പോഴത്തേക്കും എന്നാലും നീ എൻ്റെ മോൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞു കൊടുത്തില്ലേ, നീ എൻ്റെ മോൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു കൊടുത്തില്ലേ, അങ്ങനെ പറയരുത്. അപ്പോഴും അവർക്ക് മനസ്സിലാവും, ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് ഇന്നലെ രാത്രി 12 മണിക്കാണ് ഇത് പറഞ്ഞത്, അപ്പം അമ്മ എങ്ങനെ കേട്ടത്, അപ്പം അമ്മ സ്ഥിരമായിട്ട് ഞങ്ങളുടെ റൂമിൻ്റെ പുറത്ത് വന്നിട്ട് ഇങ്ങനെ നിന്നിട്ട് പറ്റിന്ന് കേൾക്കുവാണല്ലേ,
അങ്ങനൊരു ഇത് വരും. അതുപോലെ തന്നെ വേറെ മരുമക്കൾ ആ വീട്ടിലുണ്ടെങ്കിൽ അവരും ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ അതിനെ അനുവദിക്കരുത്. അതുപോലെ തന്നെ വേറൊരു മരുമകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആ മരുമകൾ ഈ വന്ന മരുമകളെ കുറിച്ചിട്ട് കുറ്റം പറഞ്ഞു തരാണ്, അല്ലെങ്കിൽ ചേട്ടന്റെ ഭാര്യ അനിയന്റെ ഭാര്യയെ കുറിച്ച് കുറ്റം പറയുവാണെന്ന് വിചാരിക്കട്ടെ, ഉടനടി അത് വിലക്കേണ്ട ആവശ്യകത ഉണ്ട്. കാരണം രണ്ടും മരുമക്കളാണ്, രണ്ടുപേരും ഒരുപോലെ വന്നു കയറിയിട്ടുള്ളതാണ്. നിങ്ങളുടെ മനസ്സിൽ ചിലപ്പോൾ ആ ഒരു മരുമകള് 100 പവനും കൊണ്ടുവന്നതായിരിക്കാം, ചിലപ്പോൾ ഇതൊന്നും കൊണ്ടുവരാണ്ട് വന്നതായിരിക്കാം. പക്ഷെ നിങ്ങളുടെ മക്കളാണ് അവരെ കൊണ്ടുവന്നിട്ടുള്ളത്. 2 കൃഷ്ണമണികളോ പോലെയാണ് നിങ്ങളുടെ മക്കളെങ്കിൽ ആ 2 കൃഷ്ണമണികളിലെ പോളകൾ പോലെയാണ് മരുമക്കൾ എന്ന് പറയുന്നത്. അപ്പൊ അവരെ ഒരുപോലെ തന്നെ കാണേണ്ടത് ഒരു അമ്മായിയമ്മയുടെ കടമയാണ്, ഉത്തരവാദിത്തമാണ്. ഒരു മരുമകൾ വന്ന് ഒരു മരുമകളെ കുറിച്ച് കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ട് വിലക്കുക. അതുപോലെ എന്തെങ്കിലും തെറ്റോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ ഒരുമിച്ച് നിർത്തിയിട്ട് പറഞ്ഞു തീർക്കുക. അതാണ് വേണ്ടത്. അല്ലെങ്കിൽ കുടുംബകലഹത്തിന് വലിയൊരു കാരണം തന്നെയായിരിക്കും ഇത്. ഒരാളുടെ അടുത്തും പാഷ്വാലിറ്റി കാണിക്കേണ്ട ആവശ്യം ഒരു അമ്മായിമ്മയ്ക്കില്ല. കാരണം കുറച്ചുകൂടി ഉത്തരവാദിത്തമുള്ള പൊസിഷൻ തന്നെയാണ് അമ്മായിമ്മ എന്ന് പറയുന്നത്. രണ്ടുപേരെയും വിലക്കേണ്ട സമയത്ത് വിലക്കണം, അതുപോലെ തന്നെ ചേർത്ത് നിർത്തേണ്ട സമയത്ത് ചേർത്ത് നിർത്തുക തന്നെ ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ മകനെ ഒരു ഭർത്താവ് ആവാൻ സജ്ജമാക്കുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ മകന് ഒരു ഭർത്താവ് ആവാൻ കൊടുക്കുന്ന സമയം, അല്ലെങ്കിൽ പെണ്ണ് കണ്ട് അങ്ങനെയൊക്കെയാണല്ലോ പെണ്ണ് കാണാൻ പോവുക, പിന്നെ കല്യാണം നിശ്ചയിക്കുക, അങ്ങനെയൊക്കെയാണല്ലോ ഒരു കല്യാണത്തിലൂടെ ചിലപ്പോൾ വരിക. അപ്പോൾ ഒരു മകൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവല്ലോ ഒരു ഭർത്താവ് ആവാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യും. അതുപോലെ തന്നെ അമ്മായിമ്മയും അമ്മായച്ചനും ഓൺ ദ സ്പോട്ടിൽ തന്നെ പ്രിപ്പയർ ആവുക കേട്ടോ. ഇനി ഒരാൾ കൂടി പുതുതായിട്ട് നമ്മുടെ ലൈഫിലോട്ട് വരുന്നുണ്ട്. അപ്പം എൻ്റെ മകൻ്റെ ഭാര്യയായിട്ടാണ് അവർ വരുന്നത്. അപ്പം അവരെയും കൂടി അംഗീകരിക്കണം, അവർക്കും കൂടി ഒരു സ്പേസ് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. നമ്മുടെ വീട്ടിൽ നമ്മുടെ മനസ്സിലും എല്ലാം ആ ഒരു സ്പേസ് നമ്മൾ എപ്പോഴും കൊടുക്കേണ്ടതുണ്ട്, ആ ഒരു റെസ്പെക്റ്റ് കൊടുക്കേണ്ടതുണ്ട് എന്നൊക്കെ നമ്മൾ നമ്മുടെ മനസ്സിനെ തന്നെ പഠിപ്പിച്ച് വെക്കണം കേട്ടോ. അതല്ലാണ്ട് പെട്ടെന്ന് ഒരാൾ നമ്മുടെ വീട്ടിലോട്ട് വരുന്നു, അപ്പോൾ എൻ്റെ മകൻ്റെ സ്നേഹം പങ്കിട്ട് പോവോ, അല്ലെങ്കിൽ അവൻ കൊണ്ടുവരുന്ന സാലറി പങ്കിട്ട് പോവോ, ഇനി ഇത്ര എനിക്ക് കിട്ടത്തില്ലയോ, ഇനി എനിക്ക് സാലറി ഇനി അവൻ്റെ കൈ കൊണ്ട് ഇനി കിട്ടത്തില്ലയോ, ഇനി എല്ലാം കൂടി എൻ്റെ മരുമകൾ മേടിച്ച് വെക്കോ, അങ്ങനെയൊന്നും ചിന്തിക്കാണ്ടിരിക്കാം. അത് ഉറപ്പായിട്ടും ഉണ്ടാവുമല്ലോ. പുതിയൊരാളും കൂടി വരുമല്ലേ, സ്നേഹം ഉറപ്പായിട്ട് ഷെയർ ചെയ്യും. അച്ഛൻ്റെ അമ്മയുടെ സ്നേഹം അച്ഛൻ്റെ അമ്മയ്ക്ക് തന്നെ കിട്ടും. പക്ഷെ ഭാര്യയ്ക്ക് വേണ്ട സ്നേഹം ഭാര്യയ്ക്ക് തന്നെ കിട്ടുള്ളൂ, വേറെ ആർക്കും കിട്ടത്തില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ക്യാഷും. ചിലപ്പോൾ നേരത്തെ എല്ലാ പൈസയും നിങ്ങളുടെ കയ്യിലോട്ടായിരിക്കും തന്നിട്ടുണ്ടായിരുന്നിരിക്കുക, പക്ഷെ ഇപ്പോൾ അവരൊരു കുടുംബമായിട്ടുണ്ട്, ഭാര്യയും ഭർത്താവും ഒക്കെ ആയിട്ടുള്ള ഒരു കുടുംബമായിട്ടുണ്ട്. ചില സമയത്ത് ഭാര്യയ്ക്ക് വേണ്ടി രഹസ്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ഭർത്താവ് മേടിച്ചു കൊണ്ടുപോയി കൊടുക്കും, അതുപോലെ ഭർത്താവിന് വേണ്ടി ഭാര്യ ചെയ്യും. അതെല്ലാം ഉണ്ട്. എല്ലാത്തിലും കൂടി കൈയിട്ടിളക്കാൻ നമ്മൾ നടക്കാണ്ടിരിക്കുക, എല്ലാ കൈയടക്കി വെക്കണം, അല്ലെങ്കിൽ കിച്ചൺ എൻ്റെ പരിധിയിൽ വരുത്തണം, അങ്ങനെയൊക്കെ ചിന്തിക്കാണ്ടിരിക്കുക. ചില അമ്മായിമ്മമാരുണ്ട് കിച്ചൺ നമ്മുടെ പരിധിയിൽ, അയ്യോ അത്ര സാധനം മേടിക്കണ്ട ഇത്ര സാധനം മേടിക്കണ്ട, ഒരാൾ കൂടി വന്നെന്ന് വെച്ച് എന്താ വേണ്ടേ, അത് മേടിക്കണ്ട ഇത് മേടിക്കണ്ട, അങ്ങനെ ചെയ്യണ്ട ഇങ്ങനെ ചെയ്യണ്ട, അതൊന്നും വലിയ കാര്യമൊന്നുമില്ലല്ലോ, അവൾ വന്നെങ്കിൽ എന്താ, കഞ്ഞിയായാലും ഞങ്ങൾ നേരത്തെ കഞ്ഞിയെ കുടിച്ചിട്ട് ഇവളൊന്നുകൊണ്ട് എന്താ പ്രത്യേകത, കഞ്ഞിയാണ് കുടിച്ചാൽ മതി, അങ്ങനെ പറയുന്ന ചില വീടുകളുണ്ട്. അങ്ങനെയൊന്നും പറയാണ്ടിരിക്കുക. ചിലപ്പോൾ സ്പെഷ്യലായിട്ട് ഭാര്യ പറഞ്ഞിട്ട് ചിലപ്പോൾ ഭർത്താവ് മേടിച്ചിട്ടുണ്ടായിരിക്കും, ചിലപ്പോൾ ഒരു മസാല ദോശയായിരിക്കും മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് അവർ തമ്മിലുള്ള സ്നേഹവും അഡ്ജസ്റ്റ്മെൻറ്റും ഒക്കെയാണ്. അതൊക്കെ കണ്ണടച്ച് തന്നെ വിടുക. അല്ലാണ്ട് എല്ലാത്തിലും കയറിയിട്ട് എൻ്റെ മകനല്ലേ, എൻ്റെ മകൻ അങ്ങനെയായിരുന്നില്ല ഇപ്പം ഇങ്ങനെയായി, നീ പറഞ്ഞു കൊടുത്തിട്ടാണ്, നീ അവൻ്റെ ചെവിട്ടിൽ നിന്ന് ചെവി തിന്നിട്ടാണ് അവൻ ഇങ്ങനെയായി പോയത്, ഇപ്പം 10 കാശ് അവന് സേവിങ്സിൽ, എല്ലാം അവർ സഹിച്ചോളും. നിങ്ങൾ അതിനെക്കുറിച്ച് ബോധേഡാവേണ്ട ആവശ്യമേ ഇല്ല. അവരൊരു പുതിയ ജീവിതത്തിലോട്ടാണ് കടന്നു കൊണ്ടിരിക്കുന്നത്. അപ്പം അതിനകത്ത് പോയിട്ട് നമ്മളൊരു വിലങ്ങേടിയാവാണ്ടിരിക്കുക. അവരുടെ ആ സന്തോഷം നിറഞ്ഞ ആ ഒരു സമയത്ത് നിങ്ങൾ പോയിട്ട് അവരുടെ അടുത്ത് കണകുണാന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കാണ്ടിരിക്കുക. അതൊരു അപശകുനമാണ്. നിങ്ങളൊരു ഒരു നെഗറ്റീവ് പേഴ്സണായിട്ടാണ് എപ്പോഴും അവർ കരുതുള്ളൂ. ഒരിക്കലും അമ്മയായിട്ട് അവർ കരുതാൻ ചാൻസ് ഇല്ല. എപ്പോഴും അയ്യോ ഇവരുടെ അടുത്ത് എന്ത് പറഞ്ഞാലും നെഗറ്റീവായിട്ട് എടുക്കുള്ളൂ, അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. പക്ഷെ അവർക്കായിട്ട് അങ്ങ് വിട്ടുകൊടുക്കുക. ഭാവിയിൽ അവർ തന്നെയല്ല അനുഭവിക്കേണ്ടത്. ഇനിയിപ്പോൾ കടങ്ങൾ വന്നു കയറിയാലും അവർ തന്നെ അനുഭവിക്കേണ്ട, നമ്മളെന്തിനാ ഒരുപാട് കൈയടത്താൻ നിൽക്കുന്നത്, നമ്മളിനി എത്ര നാളുണ്ട്, ഒരു 10-20 വർഷം കൂടിയല്ലേ ഉള്ളൂ എന്നുള്ള തോന്നൽ നമുക്കുള്ളിൽ തന്നെ വളർത്തിയെടുക്കുക. അതനുസരിച്ച് വേണം പെരുമാറാനും. അതുപോലെ തന്നെ മരുമകളായിട്ട് വന്ന പെൺകുട്ടിയുടെ അടുത്ത് ഉടനടി നീ അത് ചെയ്യ്, നീ ഇത് ചെയ്യ്, കഞ്ഞി വെക്ക്, ചായ ഉണ്ടാക്കുക, ചോറുണ്ടാക്കുക, അങ്ങനെ ഉടനടി പറയാണ്ടിരിക്കുക. ഉടനടി ഒരു 36-40 വയസ്സായ സ്ത്രീകളുടെ അടുത്ത് പെരുമാറുമ്പോൾ ഒരു പുതിയതായിട്ട് വരുന്ന ഒരു 20-21 വയസ്സുള്ള പെൺകുട്ടികളോട് പറയാണ്ടിരിക്കുക. അവർക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കും, അവളുടെ വീട്ടിലെ രീതിയെ വ്യത്യസ്തമായിട്ടുള്ള രീതികളായിരിക്കും. അങ്ങനെ ഒരു വളർന്ന പെൺകുട്ടി ആവണം എന്നില്ല. അപ്പം നിങ്ങൾ അപ്പം തന്നെ വന്ന് കയറുമ്പോൾ തന്നെ നിങ്ങൾ പറയണം ചായ ഉണ്ടാക്കുക, ചോറുണ്ടാക്കുക. ഈ സീരിയലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ചില അമ്മമാരുണ്ടല്ലോ, അവരുടെ കയ്യിലാണ് ഇങ്ങനെയുള്ള കയ്യിലിരിപ്പുകൾ കൂടുതൽ കേട്ടോ. സിനിമയിൽ പോലുള്ള മരുമകളായിരിക്കണം എന്നുള്ളൊരു
ഒരു മുൻധാരണയാണ്, ഒരു സ്റ്റീരിയോ ടൈപ്പ് ആയിരിക്കും ചില അമ്മായിമ്മമാർ. അവർ നീ കഞ്ഞി വെക്കുന്ന നിനക്ക് എന്താ അറിഞ്ഞൂടെ, അത് ചെയ്യാൻ അറിഞ്ഞൂടെ, ഇത് ചെയ്യാൻ അറിഞ്ഞൂടെ, അങ്ങനെ പറയാണ്ടിരിക്കാം. നമ്മുടെ വീട്ടിലെ രീതികൾ ഗ്രാജ്വലി അവർ പഠിച്ചോളും. നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ ഇത്ര നാൾ ചെയ്തിട്ടുണ്ടാവുമല്ലോ, ഒരു വീട്ടിൽ എന്തൊക്കെയാണോ അതൊക്കെ ചെയ്തിട്ടുണ്ടാവുമല്ലോ. ചായക്ക് കടി വയ്ക്കുമായിരിക്കും. അത് ഗ്രാജ്വലി നമുക്ക് വേണ്ടി മാത്രമായിട്ട്, പറ്റുന്നില്ലെങ്കിൽ നമുക്ക് വേണ്ടി മാത്രം, അതായത് അമ്മായിമ്മയ്ക്ക് അമ്മായച്ചന് വേണ്ടിയിട്ട് ഒന്ന് കുറയ്ക്കുക ചെയ്ത്. അപ്പോൾ രണ്ടപ്പത്തിനോടത്തിന് ഒരു അപ്പം ചൂടുക. അപ്പം മൂന്നാമത്തെ അപ്പം എന്ത് ചെയ്യണം, ഒന്നോ രണ്ടോ, നിങ്ങൾ ചിലപ്പോൾ നാലപ്പം ചുടുന്ന ആൾക്കാരായിരിക്കും, അപ്പോൾ രണ്ടപ്പം ചുട്ട് അങ്ങ് കുറയ്ക്കുക. എന്നിട്ട് പറയാം മോളെ ഇതൊന്ന് ചെയ്യേ, അപ്പോൾ ബാക്കി അവർ ചെയ്തോളും. അങ്ങനെ 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 പണികൾ കൂട്ടി കൂട്ടി കൊടുത്ത് അവരൊരു ഉത്തരവാദിത്തത്തിലിട്ട് അവർ തന്നെ നയിച്ചോളും. നിങ്ങൾ അവരെ കൊണ്ട് പണിയെടുപ്പിക്കാൻ നടത്തേണ്ട കാര്യമൊന്നുമില്ല. അവർ വേലക്കാരികളൊന്നും അല്ലല്ലോ. അതുപോലെ ഗസ്റ്റും അല്ല. നിങ്ങൾ അവരെ എന്നും സൽക്കരിക്കേണ്ട ആവശ്യമില്ല. ഞാനാണ് അവർക്ക് എന്നും ചോറും കറിയും ഉണ്ടാക്കി കൊടുക്കുന്നത്, അല്ലെങ്കിൽ അവളുടെ തുണി എന്നും ഞാനാണ് അലക്കിടുന്നത്, അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. നിങ്ങളത് ചെയ്യാണ്ടിരുന്നാൽ അവരത് ചെയ്തോളും. എന്തെങ്കിലും ഒരു സമയം കണ്ടെത്തി അവരത് ചെയ്തോളും. നിങ്ങൾ അതിനകത്തൊക്കെ കൂടുതൽ കൈകാര്യം നടത്തി അമ്മായിയമ്മയായിട്ട് തന്നെ നിൽക്കുക. അമ്മയാവാൻ നമ്മൾ ശ്രമിക്കുമ്പോഴാണ് കൂടുതലും ബന്ധങ്ങൾ തകർന്നു പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി ശ്രമിക്കാണ്ടിരിക്കുക. അടുക്കള ഭരണം അങ്ങോട്ട് ഏറ്റെടുത്തിട്ട് എല്ലാത്തിലും ഇങ്ങനെ ഉരുളണമെന്ന് നമ്മൾ വിചാരിക്കാണ്ടിരിക്കുക. ചില കുട്ടികൾക്ക് അമ്മിക്കല്ലിൽ അരയ്ക്കാനായിരിക്കും ഇഷ്ടം, ചിലർക്ക് മിക്സിയിൽ അരയ്ക്കാനായിരിക്കും ഇഷ്ടം, ചിലർക്ക് വാഷിംഗ് മെഷീനിൽ അലക്കാനായിരിക്കും ഇഷ്ടം, ചിലർക്ക് കല്ലിൽ അലക്കാനായിരിക്കും ഇഷ്ടം. അവരെ ശീലിച്ചു വന്ന രീതികളായിരിക്കും. ഗ്രാജ്വലി നമ്മുടെ രീതിയിലോട്ട് ആക്കിയെടുക്കുക. അല്ലാണ്ട് ഒറ്റയടിക്ക് വരുമ്പോൾ തന്നെ നമ്മൾ അതിന് നിയന്ത്രണം വെക്കുക, ഇതിന് നിയന്ത്രണം വെക്കുക. അങ്ങനെ ആയിരുന്നില്ല, ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ആയിരുന്നില്ല, ഒന്നും പറയണ്ട. തുടക്കുക, അടിക്ക്, വാര്, അങ്ങനെയൊന്നും പറയണ്ട. തന്നെ നിങ്ങൾ ചെയ്യുന്നത് കണ്ടിട്ട് അമ്മ ഇങ്ങനെയാണ് ചെയ്തത്, ഇന്നലെ അമ്മ അങ്ങനെയാണ് ചെയ്തത്, ഒന്നോ രണ്ടോ ദിവസം ആ വീട്ടിൽ നിന്ന് മാറി നിന്ന് കൊടുക്കുക. അവരൊട്ടും പണിയെടുക്കുന്നില്ല, വീട്ടിലെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല, ഉത്തരവാദിത്വം ഒട്ടും ഇല്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസം ഒന്ന് മാറി നിന്ന് നോക്ക്. അപ്പോൾ ചിലപ്പോൾ അവർ ആ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് നിങ്ങൾക്ക് കാണാം. നല്ല ഉത്തരവാദിത്വവും കാര്യങ്ങളും എല്ലാം തന്നെ വരും. അല്ലാണ്ട് എല്ലാ ചാവി എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കണം, എൻ്റെ കയ്യിൽ തന്നെ നിയന്ത്രണം വരണം, അങ്ങനെയൊന്നും വിചാരിക്കേണ്ടിയിരിക്കുക. അങ്ങനെയുള്ളിടത്തിൽ എപ്പോഴും അലച്ചണ്ടയും വഴക്കും കുട്ടികളൊക്കെ ഉണ്ടാവും. അത് നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി. നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പം നമ്മൾ നന്നായിട്ട് പെരുമാറാൻ, നല്ലതായിട്ട് ഇരിക്കുക, അതാണ് വേണ്ടത് കേട്ടോ. ഒരിക്കലും മരുമകളെ കുറിച്ച് ഭയങ്കര സങ്കല്പത്തിൽ നമ്മൾ ഇരിക്കരുത്. ഭയങ്കര സങ്കല്പത്തിൽ എൻ്റെ മരുമകൾ രാവിലെ എണിച്ച് കുളിച്ചിട്ട് വേണം അടുക്കളയിലോട്ട് കയറാൻ, അല്ലെങ്കിൽ അവൾ 4 മണിക്ക് എണിച്ച് പ്രാർത്ഥിച്ച് പൂജയൊക്കെ ചെയ്തിട്ട് വേണം, അങ്ങനെയൊന്നും ഒരിക്കലും വിചാരിക്കരുത്. അല്ലെങ്കിൽ ഞാൻ ഈ മതവിശ്വാസിയാണ് അപ്പം ദൃഢമായിട്ട് അവളും വിശ്വസിക്കണം, അങ്ങനെയൊന്നും നമ്മൾ മുൻധാരണയും അതുപോലെ ഭയങ്കര സങ്കല്പങ്ങളിലും ഇരിക്കേണ്ട ആവശ്യമില്ല. അവർ അവരുടെ വഴിക്ക് വിട്ടേക്കുക. ഗ്രാജുവലി അവർക്ക് ഇഷ്ടമുള്ളതാണ് അവരുടെ ജീവിതം കെട്ടിപ്പടുക്കിക്കോളും. നിങ്ങൾ അവരെ പഠിപ്പിക്കേണ്ട യാതൊരു കാര്യം ഇല്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ദേഷ്യം വരാൻ ചാൻസ് ഉണ്ട്. ഏതൊരു മനുഷ്യനും ദേഷ്യം വരും. ചിലപ്പോൾ അവരെന്തെങ്കിലും ചെയ്തിട്ട്, ഇപ്പോൾ അമ്മായിമ്മ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ മരുമകൾക്ക് ദേഷ്യം വന്നേക്കാം. അതുപോലെ മരുമകൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അമ്മായിമ്മയ്ക്കും ഗ്രാജുവലി ദേഷ്യം വന്നിട്ടുണ്ടാവാം. പക്ഷെ ആ ദേഷ്യം പ്രകടിപ്പിക്കുമ്പോൾ നമ്മൾ കുറച്ച് വ്യത്യാസം കാണിക്കേണ്ടതായിട്ടുണ്ട്. മക്കളോട് നമ്മൾ ദേഷ്യപ്പെടും പോലെ, അതുപോലെ മരുമക്കളോട് ദേഷ്യപ്പെടും പോലെ നമ്മൾ ഒരു കാരണവശാലും മക്കളോട് ദേഷ്യപ്പെടും പോലെ, അതുപോലെ തന്നെ മകളോട് ദേഷ്യപ്പെടും പോലെ, മകനോട് ദേഷ്യപ്പെടും പോലെ, അതുപോലെ ഒരിക്കലും മരുമകളോട് നമ്മൾ ദേഷ്യപ്പെടാൻ നിൽക്കരുത്. കാരണം മരുമകളോട് അങ്ങനെ ദേഷ്യപ്പെടുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഇടി പൊടിയും അങ്ങനെയൊക്കെ പറഞ്ഞ് ബാഡ് വേർഡ്സും അതും ഇതൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ നീ കള്ളിയല്ലേ, അങ്ങനെയല്ലേ, ഇങ്ങനെയല്ലേ, നിന്റെ വീട്ടുകാർ ഇങ്ങനെയല്ലേ, അങ്ങനെയല്ലേ, അങ്ങനെയൊന്നും പറയാണ്ടിരിക്കുക. ദേഷ്യപ്പെടുമ്പോൾ പറ്റുമെങ്കിൽ നിങ്ങൾ മൗനമായിട്ടിരിക്കുക, മിണ്ടാതിരിക്കുക, വേറെ എന്തെങ്കിലും കാര്യത്തിൽ എൻഗേജ്ഡ് ആയിട്ടിരിക്കുക. അമ്മയ്ക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് കിടക്കുക. അപ്പോൾ ഗ്രാജുവലി കുറച്ച് ദേഷ്യത്തിൻ്റെ ആ ഒരു കാഠിന്യം കുറഞ്ഞു വരും. നിങ്ങളുടെ മക്കൾക്കോ ചിലപ്പോൾ മകനോ മകൾക്കോ അറിയായിരിക്കും അമ്മ ഇങ്ങനെയാണ് ദേഷ്യപ്പെടാം, അമ്മ ഇങ്ങനെ അടിക്കും ദേഷ്യം വന്നാൽ, അല്ലെങ്കിൽ അമ്മ ഇങ്ങനെ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ ബാഡ് വേർഡ്സ് യൂസ് ചെയ്യും. അതൊക്കെ നിങ്ങളുടെ മകനും അല്ലെങ്കിൽ മകൾക്കും അറിയായിരിക്കും. ഒരിക്കലും മരുമകൾ അത് അംഗീകരിച്ച് തരണമെന്ന് ഇല്ല. അവരത് കേൾക്കുമ്പോൾ അയ്യോ അമ്മ എന്നാലും എന്നെ ഇങ്ങനെ പറഞ്ഞു, പിന്നീട് നമ്മൾ എത്ര പറഞ്ഞാലും അവർക്ക് മനസ്സിലാവില്ല. ദേഷ്യം പറയാണ്ട് പറഞ്ഞു പോയതാന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത്, ആ ദേഷ്യം വരുമ്പോൾ ആ സാഹചര്യത്തിൽ നിന്ന് മാറി നിൽക്കുക. കുറച്ച് നമ്മൾ കിടന്നുറങ്ങാം, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിൽ എൻഗേജ്ഡ് ആയിട്ടിരിക്കുക, അല്ലെങ്കിൽ മൗനവ്രതം എന്ന് പറഞ്ഞിട്ട് മിണ്ടാണ്ടിരിക്കുക. അതാണ് വേണ്ടത്. നിങ്ങൾ അത്ര വിശ്വാസികളൊക്കെ ആണെങ്കിൽ ബൈബിളോ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചിട്ട് പ്രാർത്ഥിക്കുക. അതാണ് ഏറ്റവും നല്ല ഒരു മെഡിറ്റേഷനിൽ ഇരിക്കുക. അതാണ് ഏറ്റവും നല്ലത്. അല്ലാണ്ട് ഉടനടി ഇപ്പം തന്നെ തീർപ്പാക്കണം, വെട്ടൊന്ന് തുണ്ടന്നുണ്ട് അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ ആ ദേഷ്യം അവിടെ പ്രകടിപ്പിക്കരുത്. അതിപ്പം മരുമക്കളുടെ അടുത്താണെങ്കിലും ശരി, മക്കളുടെ അടുത്താണെങ്കിലും ശരി, അതുപോലെ തന്നെ മരുമകളുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വരുമ്പോൾ ഉടനടി വാതിലടച്ചിട്ട് അവരുടെ മുഖത്തോട്ട് അടച്ചിടുക, അല്ലെങ്കിൽ ഒരു ചൂടുവെള്ളം കൂടി അവരുടെ മുഖത്തോട്ട് ഒഴിക്കുക,
അങ്ങനെയൊന്നും ചെയ്യാണ്ടിരിക്കുക. അതൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ്. അതെന്നും എന്നും കുന്നും മരുമകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അമ്മായിമ്മ അയ്യോ അന്ന് എനിക്ക് ദേഷ്യം വന്നപ്പോൾ അത് ചെയ്തതാണ് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. സമൂഹത്തിൽ നമുക്കൊരു ബാഡ് ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെയൊന്നും ചെയ്യാണ്ടിരിക്കുക. വളരെ സ്നേഹത്തോടു കൂടി തന്നെ എപ്പോഴും പെരുമാറുക, സന്തോഷത്തോടെ തന്നെ ഇരിക്കുക. അതാണ് വേണ്ടത് കേട്ടോ. അപ്പം ഇത്രയ്ക്കാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം മരുമകളെ കുറിച്ചും അമ്മായിമ്മനെ കുറിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും സങ്കല്പങ്ങൾ വെച്ചുകൊണ്ടിരിക്കാണ്ടിരിക്കുക. എപ്പോഴും നല്ല ഫ്രണ്ട്ലി, അതുപോലെ തന്നെ നല്ലൊരു അറ്റ്മോസ്ഫിയർ നമ്മുടെ വീട്ടിൽ ഊട്ടിയുറപ്പിക്കാൻ നിങ്ങൾ മറക്കരുത് കേട്ടോ. അതിനുവേണ്ടി മക്കളും ശ്രമിക്കണം, മരുമക്കളും ശ്രമിക്കണം, അതുപോലെ തന്നെ അമ്മായിമ്മയും ശ്രമിക്കണം. നല്ലൊരു ഹെൽത്തി റിലേഷൻഷിപ്പാണ് നിങ്ങൾ തമ്മിൽ എപ്പോഴും ഉണ്ടാവേണ്ടത്. കാരണം കുടുംബത്തിൽ ഒരു കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും അമ്മയും മക്കളും എല്ലാം കൂടിയിട്ടുള്ളതാണ് കേട്ടോ. ഒരു കൂട്ടുകുടുംബമാണ്. അതായത് അച്ഛനുണ്ടാവും, മക്കളുണ്ടാവും, മരുമക്കളുണ്ടാവും, ചിലപ്പോൾ പേരക്കുട്ടികളുണ്ടാവും. എല്ലാവരെയും തുല്യരായിട്ട് കണ്ട് സ്നേഹത്തോടെ ചേർത്ത് നിർത്തി ആ രീതിയിൽ വേണം നമ്മുടെ കുടുംബം കെട്ടിപ്പടുക്കാൻ. കുടുംബത്തിൻ്റെ ഒരു എന്താ പറയുക, ഒരു കെട്ടുറപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ സ്നേഹമാണ്. സ്നേഹത്തോടെ പെരുമാറുക, സ്നേഹം കൊടുക്കുക, സ്നേഹം അതുപോലെ തിരിച്ചു വാങ്ങുക, ഒരു റെസ്പെക്റ്റ് കൊടുക്കുക, അതുപോലെ തന്നെ റെസ്പെക്റ്റ് തിരിച്ചു വാങ്ങുക. അങ്ങനെയൊക്കെയാണ് കേട്ടോ ജീവിക്കേണ്ടത്. അല്ലാണ്ട് ഇടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഒരു തീരുമാനങ്ങളും എടുക്കാണ്ടിരിക്കുക. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്. അപ്പോൾ എന്താ പറയുക, നല്ല സ്നേഹത്തോടെ ഇരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക. അപ്പം അമ്മായിമ്മമാർക്ക് എന്തെങ്കിലും വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. നിങ്ങൾ മോശമായിട്ട് ഏതെങ്കിലും രീതിയിൽ മരുമക്കളോട് പെരുമാറുമോ, അല്ലെങ്കിൽ മരുമക്കൾ ഏതെങ്കിലും രീതിയിൽ അമ്മായിമ്മയുടെ അടുത്ത് മോശമായിട്ട് പെരുമാറുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് എല്ലാ അമ്മായിമ്മമാരും മരുമക്കളും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ക്ഷമിച്ച് ഒത്തൊരുമയോടുകൂടെ ആ നല്ലൊരു കുടുംബം വളർന്നു വരാൻ വേണ്ടി പ്രയത്നിക്കട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ